ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ലോക്സഭയിലെ സുരക്ഷാ വീഴ്ചയും പ്രതിപക്ഷ എംപിമാരുടെ സസ്പെൻഷനും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. 49 പ്രതിപക്ഷ എംപിമാരെ കൂടി ഇന്ന് ലോക്സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഡൽഹി ദേശീയ തലസ്ഥാന മേഖല 2ാം ഭേദഗതി ബിൽ, കേന്ദ്ര GST 2ാം ഭേദഗതി ബിൽ എന്നിവ ലോക്സഭ പാസാക്കി. ഭാരതീയ ന്യായ സംഹിത ബിൽ പാർലമെന്റിന്റെ പരിഗണനയിൽ. മുമ്പൊരിക്കലുമില്ലാത്ത വിധത്തിൽ വനിതാ സംരംഭകർക്ക് രാജ്യം പിന്തുണ നൽകുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലെ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ആശങ്ക വേണ്ടെന്നും സംസ്ഥാനം പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സുസജ്ജമെന്നും ആരോഗ്യമന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിലെ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് കൊല്ലം ജില്ലയിൽ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം പുരോഗമിക്കുന്നു. ഇന്ന് ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര. വാർത്തകൾ വിശദമായി. ലോക്സഭയിലെ സുരക്ഷാ വീഴ്ചയും പ്രതിപക്ഷ എംപിമാരുടെ സസ്പെൻഷനും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം ഇന്നും തുടർന്നതോടെ സഭാ നടപടികൾ ഒന്നിലേറെ തവണ നിർത്തിവച്ചു. സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഇരുസഭകളിലും പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധം നടത്തിയത്. പ്രതിപക്ഷമുയർത്തിയ പ്ലക്കാർഡുകളിൽ പ്രധാനമന്ത്രിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ചതിനെ പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി അപലപിച്ചു. ഇക്കാര്യത്തിൽ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്ലക്കാർഡുകൾ പ്രദർശിപ്പിക്കുന്നതിനും സഭാചട്ടങ്ങൾ അട്ടിമറിച്ചതിനും എംപിമാരെ സസ്പെൻഡ് ചെയ്യാനുള്ള പ്രമേയം പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ രാം മേഘ്വാൾ അവതരിപ്പിക്കുകയും ശബ്ദ വോട്ടോടെ പാസാക്കുകയുമായിരുന്നു. ഇതോടെ അച്ചടക്കരഹിത പെരുമാറ്റത്തിന് 49 ലോക്സഭാ അംഗങ്ങളെ കൂടി ഇന്ന് സസ്പെൻഡ് ചെയ്തു. കെ സുധാകരൻ, ശശി തരൂർ, അടൂർ പ്രകാശ്, മനീഷ് തിവാരി, സുപ്രിയ സുലെ, ഫറൂഖ് അബ്ദുള്ള തുടങ്ങി പ്രതിപക്ഷ നിരയിലെ മുൻനിര നേതാക്കൾ ഇന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട എംപിമാരിൽ ഉൾപ്പെടുന്നു. ഇതോടെ ശീതകാല സമ്മേളനത്തിൽ ഇതുവരെ ഇരുസഭകളിൽ നിന്നുമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളുടെ എണ്ണം 141 ആയി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പലതവണ നിർത്തിവെച്ചെങ്കിലും ഇരുസഭകളും പല സുപ്രധാന ബില്ലുകൾ പരിഗണിക്കുകയും ചിലത് പാസാക്കുകയും ചെയ്തു. ബഹളത്തെ തുടർന്ന് നിർത്തിവെച്ച രാജ്യസഭ 3 മണിക്ക് വീണ്ടും ചേർന്നപ്പോൾ ധനവിനിയോഗ ബില്ലുകൾ ഹ്രസ്വ ചർച്ചയ്ക്ക് ശേഷം ലോക്സഭയിലേക്ക് അയച്ചു. ലോക്സഭ 2 മണിക്ക് വീണ്ടും ചേർന്ന് ഡൽഹി ദേശീയ തലസ്ഥാന മേഖല 2ാം ഭേദഗതി ബിൽ, കേന്ദ്ര GST 2ാം ഭേദഗതി ബിൽ എന്നിവ പാസാക്കി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ക്രിമിനൽ നടപടിക്രമങ്ങൾ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭാരതീയ ന്യായ സംഹിത ബിൽ, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബിൽ, ഭാരതീയ സാക്ഷ്യ ബിൽ എന്നിവയിലും ലോക്സഭയിൽ ചർച്ചകൾ നടന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 58,378 കോടി രൂപയുടെ അധിക ധനവിനിയോഗത്തിന് പാർലമെന്റ് അംഗീകാരം നൽകി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കും വളം സബ്സിഡിക്കുമാണ് ഈ തുകയുടെ വലിയൊരു ഭാഗം അനുവദിച്ചിട്ടുള്ളത്. ചർച്ചയ്ക്ക് ശേഷം 2 ധനവിനിയോഗ ബില്ലുകൾ രാജ്യസഭ ലോക്സഭയ്ക്ക് തിരിച്ചയച്ചു. ചർച്ചയ്ക്ക് മറുപടി പറയവേ ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി ധനാഭ്യർത്ഥനയുടെ പ്രധാന വശങ്ങൾ വിവരിച്ചു. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ സേവനങ്ങൾക്കായി സഞ്ചിത നിധിയിൽ നിന്നും പുറത്തുനിന്നും കൂടുതൽ ധനവിനിയോഗത്തിന് അംഗീകാരം നൽകാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ബില്ല്. പാർലമെന്റിന് പുറത്ത് രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറിനെ അനുകരിച്ച് അധിക്ഷേപിച്ചതിനെ പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി അപലപിച്ചു. TMC MP കല്യാൺ ബാനർജി ശ്രീ ജഗ്ദീപ് ധൻഖറിനെ അനുകരിക്കുകയും കോൺഗ്രസ് MP രാഹുൽ ഗാന്ധി അത് ചിത്രീകരിക്കുകയും ചെയ്യുകയായിരുന്നു. വൈകുന്നേരം 5 മണിക്ക് സഭ വീണ്ടും ഒത്തുചേർന്നപ്പോൾ സംഭവം ലജ്ജാകരമാണെന്ന് ജോഷി പ്രതികരിച്ചു. സംഭവത്തിൽ പ്രതിപക്ഷം മാപ്പ് പറയണമെന്നും ശ്രീ ജോഷി ആവശ്യപ്പെട്ടു. നിലവിലുള്ള കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക്സ് നിയന്ത്രണ നിയമം 1995 പകരമായി പ്രക്ഷേപണ സേവന ബിൽ 2023 കൊണ്ടുവരുമെന്നും ഇതു സംബന്ധിച്ച കരട് തയ്യാറാക്കിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ. OTT ഉള്ളടക്കവും ഡിജിറ്റൽ വാർത്തകളും പുതിയ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുമെന്നും ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിന് നൈപുണ്യ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഹൈദരാബാദ് പബ്ലിക് സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. വിദ്യാർത്ഥികൾ സാങ്കേതികമായി മാത്രമല്ല വൈകാരികമായും ശക്തിയുള്ളവരായിരിക്കണമെന്ന് പറഞ്ഞ രാഷ്ട്രപതി ഏത് പ്രതിസന്ധി ഘട്ടത്തെയും നേരിടാൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കണമെന്ന് അധ്യാപകരോടും ആവശ്യപ്പെട്ടു.
മുമ്പൊരിക്കലുമില്ലാത്ത വിധത്തിൽ വനിതാ സംരംഭകർക്ക് രാജ്യം പിന്തുണ നൽകുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ 30 കോടിയിലധികം ഈടുരഹിത വായ്പകൾ വനിതാ സംരംഭകർക്ക് നൽകിയിട്ടുണ്ടെന്ന് മുദ്ര സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതികളുടെ പ്രധാന ഗുണഭോക്താക്കൾ സ്ത്രീകളാണെന്ന മാധ്യമ റിപ്പോർട്ട് പങ്കുവച്ചുകൊണ്ട് മോദി പറഞ്ഞു. ഇത് സ്ത്രീകളുടെ സംരംഭകത്വ അഭിലാഷങ്ങൾ വർദ്ധിപ്പിക്കുക മാത്രമല്ല, രാജ്യത്ത് മികച്ച വളർച്ച ഉറപ്പാക്കുകയും ചെയ്യുന്നുവെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിലെ എല്ലാ ജില്ലകളിലും പുരോഗമിക്കുകയാണ്. ഉജ്ജ്വൽ യോജനയുടെ ഭാഗമായ സൌജന്യ പാചകവാതക കണക്ഷൻ വിതരണം, കാർഷിക ആവശ്യങ്ങൾക്കായുള്ള ഡ്രോൺ പരിചയപ്പെടുത്തൽ, ആധാർ സേവനങ്ങൾ തുടങ്ങി നിരവധി പരിപാടികൾ മേളയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. ഇന്ന് പാലക്കാട് ജില്ലയിൽ നഗരപ്രദേശങ്ങളിലൂടെയുള്ള വികസിത് ഭാരത് സങ്കൽപ് യാത്ര ചിറ്റൂർ, തത്തമംഗലം നഗരസഭയിൽ പര്യടനം പൂർത്തിയാക്കി. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് കല്ലൂപ്പാറ, മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തുകളിലായിരുന്നു പര്യടനം. വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ജില്ലാതല പരിപാടികളെക്കുറിച്ച് ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റിന്റെ റിപ്പോർട്ടിലേക്ക്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്ക് വയനാട് ജില്ലയിലെ മുട്ടിൽ പഞ്ചായത്തിൽ മികച്ച സ്വീകരണം. മുട്ടിൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി പത്മശ്രീ അവാർഡ് ജേതാവ് ഡോക്ടർ സഖ്ദേവിനെയും വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച കർഷകരെയും കായിക താരങ്ങളെയും ആദരിച്ചു. നിരവധി പേരാണ് സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളിൽ ചേരുവാനായി എത്തിയത്. തുടർന്ന് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും അരങ്ങേറി. നാളെ മാനന്തവാടി ബ്ലോക്കിന് കീഴിലെ തിരുനെല്ലി പഞ്ചായത്തിൽ പര്യടനം നടക്കും. ഇടുക്കി കൊന്നത്തടി പഞ്ചായത്തിലെത്തിയ യാത്ര പൊതുജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കണ്ണൂർ ജില്ലയിൽ 37 പഞ്ചായത്തുകളിൽ ഇതിനോടകം പര്യടനം പൂർത്തിയായി. കോഴിക്കോട് ജില്ലയിൽ കൂത്താളിയിലും ചങ്ങരോത്തും പൊതുസമ്മേളനം നടന്നു. തിരുവനന്തപുരം ജില്ലയിലും പര്യടനം തുടരുകയാണ്. ഇന്ന് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലെ കരകുളം, ആനാട് ഗ്രാമപഞ്ചായത്തുകളിൽ ആയിരുന്നു പര്യടനം. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് കൊല്ലം ജില്ലയിൽ ഇന്ന് നടന്നു. കരുനാഗപ്പള്ളി, ചവറ, കുണ്ടറ, കൊല്ലം മണ്ഡലങ്ങളിലാണ് ഇന്ന് സദസ്സ് സംഘടിപ്പിച്ചത്. നാട് ഒന്നടങ്കം നവകേരള സദസ്സിനായി അണിനിരക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചവറയിൽ പറഞ്ഞു. UDF പരിപാടി ബഹിഷ്കരിച്ചതിലൂടെ നാടിന്റെ ഭാവിക്ക് വേണ്ടി ഒന്നിക്കാനുള്ള അവസരമാണ് ഇല്ലാതായതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോവിഡ് സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ആശങ്ക വേണ്ടെന്നും കേരളം പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സുസജ്ജമെന്നും മന്ത്രി. വിശദാംശങ്ങളിലേക്ക്. കേരളത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിലവിലെ കോവിഡ് സാഹചര്യവും ആശുപത്രി സംവിധാനവും വിലയിരുത്തി. സംസ്ഥാനത്ത് നിരീക്ഷണം കൂടുതൽ ശക്തമാക്കാനും ആശുപത്രികളിൽ കോവിഡ് രോഗികൾക്ക് പ്രത്യേക സൌകര്യമൊരുക്കാനും യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. കോവിഡ് പോസിറ്റീവായാൽ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ തന്നെ ചികിത്സ ഉറപ്പാക്കണം. ആശുപത്രി ജീവനക്കാരും ആശുപത്രിയിലെത്തുന്നവരും കൃത്യമായി മാസ്ക് ധരിക്കണം. ഗുരുതര രോഗമുള്ളവർ, ഗർഭിണികൾ എന്നിവരും മാസ്ക് ധരിക്കണം. ഗുരുതരമല്ലാത്ത കോവിഡ് രോഗികളെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാതെ ജില്ലകളിൽ തന്നെ ചികിത്സിക്കണമെന്നും ഇതിനായി നിശ്ചിത കിടക്കകൾ കോവിഡ് ജില്ലകൾ മാറ്റിവെക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. ഫലം ലഭിച്ചതിൽ ഒരു സാമ്പിൾ മാത്രമാണ് JN1 ഒമിക്രോൺ വേരിയന്റ് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ചെറിയ തോതിൽ വർദ്ധിക്കുന്നുണ്ടെങ്കിലും ആശങ്ക വേണ്ടെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കേരളം സജ്ജമാണെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി 3 കേരളം സന്ദർശിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് 2 ലക്ഷം വനിതകൾ പങ്കെടുക്കുന്ന സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ നടക്കുന്ന മഹിളാ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിയെ ചടങ്ങിൽ BJP കേരള ഘടകം അഭിനന്ദിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 42 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ ബാറ്റിംഗിനയക്കുകയായിരുന്നു. 3 മത്സര പരമ്പരയിലെ ആദ്യ ജയം ഇന്ത്യയ്ക്കായിരുന്നു. 17ാം IPL സീസണ് മുൻപായുള്ള താരലേലം ദുബായിൽ പുരോഗമിക്കുന്നു. ലേലത്തിൽ ഓസ്ട്രേലിയൻ താരം മിച്ചൽ സ്റ്റാർക്കിനെ റെക്കോർഡ് തുകയായ 24.75 കോടി രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭയിലെ സുരക്ഷാ വീഴ്ചയും പ്രതിപക്ഷ എംപിമാരുടെ സസ്പെൻഷനും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. 49 പ്രതിപക്ഷ എംപിമാരെ കൂടി ഇന്ന് ലോക്സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഡൽഹി ദേശീയ തലസ്ഥാന മേഖല 2ാം ഭേദഗതി ബിൽ, കേന്ദ്ര GST 2ാം ഭേദഗതി ബിൽ എന്നിവ ലോക്സഭ പാസാക്കി. ഭാരതീയ ന്യായ സംഹിത ബിൽ പാർലമെന്റിന്റെ പരിഗണനയിൽ. മുൻപൊരിക്കലുമില്ലാത്ത വിധത്തിൽ വനിതാ സംരംഭകർക്ക് രാജ്യം പിന്തുണ നൽകുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
കേരളത്തിലെ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ആശങ്ക വേണ്ടെന്നും സംസ്ഥാനം പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സുസജ്ജമെന്നും മന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിലെ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് കൊല്ലം ജില്ലയിൽ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം പുരോഗമിക്കുന്നു. ഇന്ന് ജയിച്ചാൽ പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.